Hi everyone. നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ടോപ്പിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. ഈ ചാപ്റ്ററിൽ ഒരു നെക്സ്റ്റ് സെക്ഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണ് കപ്പാസിറ്റർ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ പർപ്പസ് നമുക്ക് ആദ്യം എഴുതാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ്. ചാർജസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റേഴ്സ്. ഇനി കപ്പാസിറ്റേഴ്സിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അടുത്ത് നോക്കുന്നത്. അതെങ്ങനെയാണ് വരിക? ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് by an insulator in between. സപ്പോസ് ഇത് രണ്ട് കണ്ടക്ടേഴ്സ് ആണ് വിചാരിക്കുക. ഇതിന്റെ ചാർജ് Q1 ഇതിന്റെ ചാർജ് Q2. ഇൻ ബിറ്റ്വീൻ ഒരു സ്മോൾ സെപ്പറേഷൻ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയാം. ഇൻ ബിറ്റ്വീൻ ഉള്ള മീഡിയം ഒരു ഇൻസുലേറ്റർ ആയിരിക്കും. നമുക്കത് എയർ ആയിട്ട് എടുക്കാം. എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആണ്. അങ്ങനെ വരുമ്പോൾ Q1 ആൻഡ് Q2 ചാർജുള്ള രണ്ട് കണ്ടക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ എയർ വരികയാണെങ്കിൽ അതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ജനറലി കപ്പാസിറ്റേഴ്സിന്റെ കൺവെൻഷനിൽ രണ്ട് കണ്ടക്ടേഴ്സിലെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടും ചാർജ് ഡിഫറെന്റ് ആയിട്ടാണ് എടുക്കുക. അതായത് Q-Q ചാർജസ് ഉള്ള രണ്ട് കണ്ടക്ടേഴ്സ് ഒരു സെപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ ഒരു എയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു കപ്പാസിറ്റർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ അതിന് ഒരേ ബാറ്ററിയുടെ രണ്ട് ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സെയിം എമൗണ്ട് ഓഫ് ചാർജ് പോസിറ്റീവ് ഡിഫറെന്റ് സൈനിൽ നമുക്കതിനെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ കപ്പാസിറ്റർ ആസ് എ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് ചാർജ് ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ടോട്ടൽ ചാർജ് ന്യൂട്രൽ ആണ്. പക്ഷെ നമ്മൾ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുക ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ നമ്മളിവിടെ പറയാ Q ആണ്. കപ്പാസിറ്ററിന്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് 0 ആണ്. പക്ഷെ നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് പറഞ്ഞ് പറയാ Q എമൗണ്ട് ഓഫ് ചാർജിനാണ്. ടോട്ടൽ ചാർജ് 0 ആണെങ്കിലും ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് Q എന്നാണ് പറയുക. കാരണം രണ്ട് കണ്ടക്ടർ ഒന്നിൽ +Q ചാർജും ഒന്നിൽ -Q ചാർജും ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ Q എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സ് ഒന്ന് +Q ചാർജും ഒന്ന് -Q ചാർജും ആണെങ്കിൽ നമുക്കറിയാം അത് രണ്ട് പൊട്ടൻഷ്യൽ ആയിരിക്കും. സപ്പോസ് നമ്മൾ ആദ്യത്തേതിന്റെ പൊട്ടൻഷ്യൽ V1 എടുക്കുകയാണ്, രണ്ടാമത്തേതിന്റെ പൊട്ടൻഷ്യൽ V2 എടുക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V equal to V1 minus V2. രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to V1 minus V2. സ്വാഭാവികമായിട്ടും ഇവിടെ +Q ചാർജസ് ആണ് ഈ കണ്ടക്ടറിന്റെ സർഫസിൽ റിസൈഡ് ചെയ്യുക. ഇവിടെ -Q ചാർജ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള റീജിയനിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള സ്ഥലമുണ്ട്, നെഗറ്റീവ് ചാർജിന്റെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയയിൽ അത് എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജ്. ഈ ഫീൽഡിനെ ഒപ്പോസ് ചെയ്തിട്ട് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ -Q ചാർജിന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് എന്ത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് ഡൺ എത്രയാണോ അതാണ് ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമുക്കിവിടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കുന്നത് V എന്ന് പറയുന്ന വാല്യൂ ആണ് ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റൊരു കണ്ടക്ടറിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് ഡൺ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു ഇലക്ട്രിക് ഫീൽഡ് E ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വർക്ക് ഡൺ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഈ പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ ഡയറക്ട്ലി എന്തിന് പ്രപ്പോർഷണൽ ആണ്? E എന്ന് പറയുന്നത് അവിടുത്തെ ചാർജ് എത്രയാണോ ആ ചാർജിന് പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇസ് പ്രപ്പോർഷണൽ ടു Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് പ്രപ്പോർഷണൽ ടു Q. അതായത് ചാർജ് V പ്രപ്പോർഷണൽ ടു ചാർജ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രപ്പോർഷണാലിറ്റി കാണിക്കുന്ന ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. C എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ that is equal to
ക്യൂ ബൈ വി. അതായത് വി പ്രപ്പോർഷണൽ ടു ക്യൂ ബൈ വി ആണെങ്കിൽ, വി പ്രപ്പോർഷണൽ ടു ക്യൂ ആണെങ്കിൽ ക്യൂ ബൈ വിൽ ബി എ കോൺസ്റ്റന്റ്. ആ ക്യൂ ബൈ വി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്, കപ്പാസിറ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ഒരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ്. ആ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് വിത്ത് ആൻ ഇൻസുലേറ്റർ ഇൻ ബിറ്റ്വീൻ. അതിന്റെ വാല്യൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ചാർജിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ വി പ്രപ്പോർഷണൽ ടു ക്യൂ, സോ ക്യൂ ബൈ വി ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതായത് സി ഇസ് കോൾഡ് ദി കപ്പാസിറ്റൻസ്. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഇസ് ദി കപ്പാസിറ്റൻസ്. ഇക്വേഷനിൽ സി ഈക്വൽ ടു ക്യൂ ബൈ വി ആകുമ്പോൾ സി പ്രപ്പോർഷണൽ ടു ക്യൂ ആൻഡ് സി പ്രപ്പോർഷണൽ ടു 1/v എന്ന് നമുക്ക് തോന്നും. പക്ഷെ നോർമലി കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻഡിപെൻഡന്റ് ഓഫ് ക്യൂ ആൻഡ് വി ആണ്. കപ്പാസിറ്റൻസ് ക്യൂനെയും വിനെയും അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. പകരം കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റർ എന്താ, ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റിംഗ് മീഡിയം ആണ്. ഈ കണ്ടക്ടേഴ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് കണ്ടക്ടറിന്റെ സൈസ്, ഷേപ്പ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി കണ്ടക്ടേഴ്സ്. അതാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ വാല്യൂ. ഈ രണ്ട് കണ്ടക്ടേഴ്സ്, ക്യൂ മൈനസ് ക്യൂ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്റ്റൻസ് സെപ്പറേഷൻ എത്രയാണ്, അതിന്റെ സൈസ് എത്രയാണ്, ഷേപ്പ് എങ്ങനെയാണ്, ഇതിനെയൊക്കെയാണ് മെയിൻ ആയിട്ട് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തേത് പ്രോപ്പർട്ടി ഓഫ് ദി ഡൈലക്ട്രിക്. അതായത് ഈ രണ്ട് കണ്ടക്ടേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ഇൻസുലേറ്റർ ഒരു ഡൈലക്ട്രിക് ആവാം. അപ്പോൾ ആ ഡൈലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ അതിനെയും ഈ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ആദ്യത്തേത് കണ്ടക്ടറിന്റെ സൈസ്, ഷേപ്പ് ആൻഡ് സെപ്പറേഷൻ. രണ്ടാമത്തേത് ഇൻ ബിറ്റ്വീനുള്ള ഇൻസുലേറ്റിംഗ് മീഡിയം, ആ ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി. ഇത് രണ്ടിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുക, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മൾ അടുത്തത് SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. നമ്മുടെ കപ്പാസിറ്ററിന്റെ SI യൂണിറ്റിനെ ഫാരഡ് എന്നാണ് വിളിക്കുക. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഫാരഡ്. ഇപ്പൊ സിയുടെ ക്യൂവിന്റെ യൂണിറ്റ് എന്നാണ് നമുക്കറിയാം, ഇറ്റ് ഇസ് കൂളം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇറ്റ് ഇസ് വോൾട്ട്. അപ്പൊ 1 C/V ആണ് 1 ഫാരഡ്. നമുക്ക് ഇങ്ങനെ എഴുതാം, 1 കൂളം V raised to -1. അപ്പോൾ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റർ ഇസ് 1 ഫാരഡ് ഇസ് ഈക്വൽ ടു 1 CV raised to -1. അടുത്തത് കപ്പാസിറ്ററിന്റെ സിമ്പിൾ ആണ്. നോർമൽ ഫിക്സഡ് സ്റ്റോറേജ് കപ്പാസിറ്ററുള്ള കപ്പാസിറ്ററിന്റെ സിമ്പിൾ ഇങ്ങനെയായിരിക്കും. ഇനി വാരി ചെയ്യുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേ സിമ്പിൾ വിത്ത് ആൻ ആരോ മാർക്ക് ആണ് അതിന് റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റർ വിത്ത് എ ഫിക്സഡ് കപ്പാസിറ്റൻസ്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റൻസ് വിത്ത് എ വാരിയബിൾ കപ്പാസിറ്റൻസ്. നമ്മൾ ഈ ഇക്വേഷനിൽ കണ്ടു സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. അതായത് ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ആണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും, സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ക്യൂ എന്തായിരിക്കും, ക്യൂ ലാർജർ വാല്യൂ ആയിരിക്കും. അപ്പൊ നോർമലി ലാർജർ കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റൻസിൽ ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അറ്റ് എ സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്യൂ വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇക്വേഷൻ അനുസരിച്ച് വി വളരെ ചെറുതായിരിക്കും. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ലാർജ് കപ്പാസിറ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിർബന്ധമാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടക്ടേഴ്സ് വിത്ത് ചാർജസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഇവിടുത്തെ പോസിറ്റീവ് ചാർജിന്റെ അക്യുമുലേഷനും ഇവിടെ നെഗറ്റീവ് ചാർജും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും ഫ്രം ദിസ് ഡയറക്ഷൻ ടു ദിസ് ഡയറക്ഷൻ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും, ഇൻ ബിറ്റ്വീനുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഉള്ളത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വളരെ കൂടുതലാവുമ്പോൾ ഈ ഇൻസുലേറ്റിംഗ് മീഡിയത്തിലെ ചാർജസിനെ ഒക്കെ അത് എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. അങ്ങനെ അയണൈസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജസ് നെഗറ്റീവ് ചാർജുള്ള കണ്ടക്ടറിന്റെ അവിടേക്കും നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജുള്ള കണ്ടക്ടറിന്റെ അവിടേക്കും മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത്
ഇവിടെ ഇൻസുലേറ്റർ ആയിരുന്നപ്പോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെറുതായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ചാർജസിന്റെ മൂവ്മെന്റ് ഇല്ല. ചാർജസ് മൂവ് ചെയ്ത് തുടങ്ങിയാൽ ആ മെറ്റീരിയലിന്റെ ആ ഒരു ഇൻസുലേറ്റിംഗ് പവർ നഷ്ടപ്പെടുകയാണ്, കണ്ടക്ടർ ആവാണ്. ഇൻസുലേറ്റർ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ ഓരോ മെറ്റീരിയലും ഇൻ ബിറ്റ്വീൻ വെക്കുന്ന ഓരോ ഡൈഇലക്ട്രിക്കിനും ഓരോ ഇൻസുലേറ്ററിനും അതിൻ്റെതായ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് വരെ ഇത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് തുടരും. അതിന് മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ ഇത് കണ്ടക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഏത് പർട്ടിക്കുലർ പോയിന്റ് വരെയാണോ ആ ഇലക്ട്രിക് ഫീൽഡ് അതിനെ ഇഫക്ട് ചെയ്യാതെ, അതായത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിനെ അഫക്ട് ചെയ്യാതെ നിൽക്കുന്നത്, ആ പർട്ടിക്കുലർ ലിമിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയാം. ഇൻ ബിറ്റ്വീൻ വെക്കുന്ന ഓരോ ഡൈഇലക്ട്രിക്കിനും വിത്ത് ഹോൾഡ് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആണ് അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഈ ഡൈഇലക്ട്രിക് സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് വരുവാണെങ്കിൽ അതിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടീനെയും കൂടെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനുള്ള കാരണം ഇതാണ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്തിന് മുകളിലൊരു ഇലക്ട്രിക് ഫീൽഡിന് ഒരിക്കലും ആ കപ്പാസിറ്ററിന് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിനും അതിൻ്റെതായ ഒരു ലിമിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഉണ്ടാവും. അതിന് മുകളിൽ ഒരു ചാർജിന് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച 1 ഫാരഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ചാർജ് കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. നമ്മൾ നോർമലി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് 1 മൈക്രോ ഫാരഡ് -6 ഫാരഡ്, 1 മില്ലി ഫാരഡ്, 1 പൈക്കോ ഫാരഡ് -12. ഇങ്ങനത്തെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സ്മോളർ വാല്യൂസിനെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിന്റെ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ ആണ്. വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇസ് C is equal to Q by V. Its SI unit is 1 farad.